പൗരസ്ത്യ സഭകൾക്കെല്ലാം തന്നെ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന മദ്ബഹായെയും ജനം നിൽക്കുന്ന സ്ഥലത്തെയും കൂടെ വിഭജിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈശോ നമുക്ക് സ്വർഗം തുറന്നു തന്നിട്ടുണ്ടെങ്കിലും ഇനിയും നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നു. ഈശോ എന്ന രക്ഷകനിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. കെസ്ത്രോമ എന്നത് മദ്ബഹായ്ക്കും ഹൈക്കലായ്ക്കും ഇടയിലുള്ള ഒരു പടി ഉയർന്ന ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കെസ്ത്രോമ കഴിഞ്ഞ് മദ്ബഹായിലേക്ക് 3 പടികളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ 3 പടികൾ ഉദ്ദേശിക്കുന്നത്? ഇത് അർത്ഥമാക്കുന്നത് മദ്ബഹ എന്ന് പറയുന്നത് പള്ളിയുടെ മറ്റു ഭാഗങ്ങളെക്കാട്ടിലുമൊക്കെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നാണ് ഈ 3 പടികൾ സൂചിപ്പിക്കുന്നത്. കാരണം മറ്റു ഭാഗങ്ങളിൽ നിന്ന് മദ്ബഹായെ ഉയർത്തി നിർത്തുന്നത് ഈ 3 പടികളാണല്ലോ. അതിനാൽ മദ്ബഹായുടെ സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മദ്ബഹായുടെ മഹത്വം വിളിച്ചോതുകയാണ് ഈ പള്ളിയിൽ കാണുന്ന 3 പടികൾ. ഈ 3 പടികൾ കണ്ടതിന് ശേഷം നമ്മൾ കാണുന്നത് മദ്ബഹ വിരിയാണ്, സാങ്ച്വറി വെയിൽ എന്ന് പറയും. പൗരസ്ത്യ സഭകൾക്കെല്ലാം തന്നെ ഈ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന സാങ്ച്വറിയെയും മദ്ബഹായെയും ജനം നിൽക്കുന്ന സ്ഥലത്തെയും കൂടെ വിഭജിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ബൈസന്റൈൻ സഭയിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു സ്ക്രീനാണ്. അതിന് ഐക്കണോസ്റ്റാസിസ് എന്ന് പറയും. ഐക്കണോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന ഒന്നുമല്ല, ഒരു സ്ക്രീൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ രക്ഷാകര ചരിത്രത്തിലെ വിവിധ സംഭവങ്ങൾ ഐക്കണുകളുടെ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സുറിയാനി സഭകളിൽ, അത് മലങ്കര സഭയിലാണെങ്കിലും സീറോ മലബാർ സഭയിലാണെങ്കിലും, ഇങ്ങനെ മാറ്റാൻ പറ്റാത്ത സ്ക്രീനിന് ഐക്കണോസ്റ്റാസിസിന് പകരം ഇടയ്ക്ക് തുറക്കുകയും അല്ലാത്ത സമയത്ത് മറച്ചിടുകയും ചെയ്യുന്ന ഒരു മദ്ബഹ വിരിയാണ് ഉള്ളത്. ഇതിന് അനേകം അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഇത് സ്വർഗത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിനാൽ സ്വർഗം നമുക്ക് ഇനിയും കിട്ടാനുള്ള, ഈശോ നമുക്ക് സ്വർഗം തുറന്നു തന്നിട്ടുണ്ടെങ്കിലും ഇനിയും നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നു. സ്വർഗത്തിൻ്റെ മഹത്വം എടുത്തു കാണിക്കുന്നു എന്നതാണ് മദ്ബഹ വിരിയുടെ ഒന്നാമത്തെ അർത്ഥം. 2, പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളത്. ആരാധനയുടെ സമയത്ത്, ആരാധനക്രമത്തിൻ്റെ സമയത്താണല്ലോ മദ്ബഹ വിരി തുറക്കുന്നത്. എന്താണ് ആരാധനയുടെ സമയത്ത് നമ്മൾ ഓർക്കുന്നത്? ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ്. ഈശോയുടെ പെസഹ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാസഹനവും കുരിശ് മരണവും സംസ്കാരവും ഉത്ഥാനവുമാണ്. ഈ പെസഹ രഹസ്യങ്ങളാണ് സഹനം, മരണം, സംസ്കാരം, ഉത്ഥാനം. ഇവയാണ് സ്വർഗം തുറന്നു തന്നത്. അതുകൊണ്ടാണ് പെസഹ രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഈ മദ്ബഹ വിരി തുറക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈശോയുടെ പെസഹ രഹസ്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. ഈശോയുടെ ശരീരത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലൂടെ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ ഈശോ എന്ന രക്ഷകനിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്ന അർത്ഥം ഈ മദ്ബഹ വിരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുറിയാനി സഭാപിതാവായിട്ടുള്ള മാർ അപ്രയം പറയുന്നുണ്ട്, ഈ അടയ്ക്കപ്പെട്ട പറുദീസ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പറുദീസ അടയ്ക്കപ്പെട്ടല്ലോ. ഈ പറുദീസ തുറക്കപ്പെട്ടത് ഈശോയുടെ ഹൃദയം, ഈശോയുടെ വിലാവ് കുന്തത്താൽ തുളയ്ക്കപ്പെട്ടപ്പോഴാണ് എന്ന് മാർ അപ്രയം പറയുന്നുണ്ട്. അപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടത്. അപ്പോൾ ഈ മദ്ബഹ വിരി കാണുകയും ആരാധനയുടെ സമയത്ത് ഈ വിരി തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോയുടെ ഹൃദയത്തിലൂടെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഓർമ്മയാണ് നമുക്കുണ്ടാവേണ്ടത്.